ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു മാരേജ് അറ്റൻഡ് ചെയ്തിട്ട് വന്നതാണ്. നിറയെ ഊണൊക്കെ കഴിച്ചിട്ട് വന്നു. എല്ലാം നല്ലതായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്. എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. ഇന്ന് ഗോൾഡിൻ്റെ പ്രൈസ് എത്രയാണ്? ഞാൻ പോയി എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഡോട്ടറിൻ്റെ വെഡിങ് ആയിരുന്നു. ബട്ട് ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യുമല്ല, ബട്ട് ഞാൻ പറയുകയാണ്, ആ കുട്ടി അറ്റ്ലീസ്റ്റ് ഒരു 100 തോലയെങ്കിലും അണിഞ്ഞിട്ടുണ്ട്. ഇത്ര വില കൂടി ഈ സമയത്ത് ഇത്ര സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് ഇത്രയും വലിയ ലാവിഷ് കല്യാണം കഴിക്കുന്നത്, ബീങ് എ ഫാമിലി ലോയർ, ഞാൻ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. കാരണം ആ സ്വർണം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ കേരള മല്ലു കഷ്ടമാണോ? മല്ലുകൾ മാത്രമേ ഇത്ര ചെയ്യാറുള്ളൂ. ഇവിടെയൊക്കെയുള്ള മഹാരാഷ്ട്രൻസ് അവരുടെ കൂടി പോയാൽ 10 തോലാസ് 5 തോലാസ്. ബട്ട് മലയാളികൾക്ക് ഇത്രയും സ്വർണ്ണമൊക്കെ അവരെങ്ങനെ ഒപ്പിക്കണം, എവിടെ നിന്ന് കൊണ്ടുവരണം? ബട്ട് എന്നാലും ഞാൻ പറയണേ, ഇതൊരു അധികപ്പെട്ടല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ കുട്ടി ഡോക്ടറാണ്. കുട്ടിയെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കാൻ എത്ര മാതാപിതാക്കൾക്ക് എക്സ്പെൻസായി കാണും. അതിൻ്റെ കൂടി അതിനൊരു 100-150 തോല കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു നല്ല മാക്സിമം ഡീസൻറ്റ് വേയിലാണ് അവർ മാരേജ് അറേഞ്ച് ചെയ്തത്. ഐ ഡോണ്ട് നോ, നമ്മുടെ മലയാളികളുടെ കല്യാണം എവിടെ പോയി അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് അതിനോട് യോജിപ്പ് ഒട്ടും തന്നെ ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത ഈ ചർച്ച ചെയ്യുന്ന അതിനു വേണ്ടി ആ കുട്ടിക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ മോർ ബെറ്റർ? ഇതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ആൾക്കാരോട്. നമ്മുടെ സിസ്റ്റം അങ്ങനെയായി പോയി. ബട്ട് എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ എന്താ അഭിപ്രായം? പ്ലീസ് ലെറ്റ് മീ നോ. സോ കാണാം വീണ്ടും.